Welcome back to my channel. ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ദർ ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ ചൂസ് ടു സ്റ്റഡി അറ്റ് ദെയർ ഹോം എന്നുള്ളത്. അതായത് ഒരുപാട് ആൾക്കാരും വീട്ടിലിരുന്ന് പഠിക്കുന്നത് പ്രിഫർ ചെയ്യുന്നവരാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരായാലും ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയി പഠിക്കുന്നവരായാലും ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളായാലും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഒരിക്കലും ഷെയർ ചെയ്യരുത്. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യമൊക്കെ സീക്രട്ട് ആക്കി വെക്കുക. ആരോടും നിങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ചോ നിങ്ങളുടെ പഠനത്തെക്കുറിച്ചോ ഒന്നും പറയാതിരിക്കുക. ഇപ്പോൾ നമ്മളോട് സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും, കോളേജൊക്കെ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയല്ലോ, ഇപ്പോൾ വീട്ടിലിരിക്കുകയാണോ, ഒന്നിനും പോകുന്നില്ലേ, ജോലിയൊന്നും ട്രൈ ചെയ്യുന്നില്ലേ, PSC നോക്കുന്നില്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അവരോട് പറയാം ഞാൻ ഒന്നിനും പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുള്ളത് സ്ട്രോങ് ആയിട്ട് പറയാനുള്ള ഒരു ഗട്ട്സ് കാണിക്കുക. അല്ലാതെ അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയാണെന്ന് എങ്ങനെ പറയും, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. കാരണം അവരെന്തോ വിചാരിച്ചോട്ടെ, നമ്മളത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഫാമിലീനെ മാത്രം നമുക്ക് ബോധിപ്പിച്ചാൽ മതി. സൊസൈറ്റിയിലുള്ള എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ വീട്ടിലിരുന്ന് PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാണും. കാരണം ഇന്നത്തെ കാലത്തൊന്നും ഒരു PSC കോച്ചിങ്ങിനൊന്നും പോവാതെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാലൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എല്ലാവരുടെയും ഒരു തോട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ സ്കിൽസും കഴിവൊക്കെ എങ്ങനെയാണെന്നുള്ളത്, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബിലീഫ് നമ്മളിലുണ്ടായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് PSCയോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളോടാണെങ്കിൽ അല്ലെങ്കിൽ PSCയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ആണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അത് കേൾക്കുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കും ഓക്കെ വീട്ടിലിരുന്ന് പഠിച്ചാലൊന്നും എന്നെക്കൊണ്ട് കിട്ടത്തില്ല, ഇന്നത്തെ കാലത്ത് PSC പഠിച്ചാലേ കിട്ടത്തില്ല, ഒരുപാട് വർഷം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കേൾക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ തന്നെ PSC വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഗിവ് അപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ PSC പഠിക്കുന്നുണ്ടെന്നും ഇന്ന എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് മാത്രം പറഞ്ഞാൽ മതി. സൊസൈറ്റി നമ്മളെക്കുറിച്ച് എന്തോ വിചാരിച്ചോട്ടെ, വെറുതെ അവൾ വീട്ടിലിരിക്കുകയാണെന്നൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മളതൊന്നും കെയർ ചെയ്യരുത്. PSC കോച്ചിങ്ങിന് പോയി പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല അവരുടെ പഠനം എന്ന് പറയുന്നത്. കാരണം നമ്മൾ പോകുന്ന ടൈമിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ ചോദിക്കും എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും നമ്മളിങ്ങനെ കോച്ചിങ്ങിനാണ് പോകുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് നിർത്തുക. കാരണം അല്ലാതെ നമ്മുടെ പഠനത്തെക്കുറിച്ചോ നമുക്ക് നമ്മുടെ കോച്ചിങ് സെൻറ്ററിൽ കിട്ടുന്ന മാർക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസിനെ കുറിച്ചോ ഇന്ന എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചോ എന്തായാലും നമുക്കൊരു കോൺഫിഡൻസ് കാണും, നമുക്ക് ജോലി കിട്ടും, ആ ഒരു ട്രാക്കിൽ എത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അവരൊന്നും നമ്മളെ വിശ്വസിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. നമ്മളൊരു ലിസ്റ്റിൽ കയറി ജോലി കിട്ടുന്നത് വരെ നോ വൺ വിൽ ഗോണ ബിലീവ് ഇൻ അസ്. ആരും നമ്മളെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യുന്ന ടൈമിൽ ആരെങ്കിലും നമ്മളെ വിശ്വസിക്കത്തുള്ളൂ. എത്ര പേര് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ നമ്മളെ ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും ഡൗട്ട് ചെയ്യുന്നവരായിരിക്കും. നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഈ ലോകത്ത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. വേറെ ആർക്കും നമ്മളെ അത്രത്തോളം 100% വിശ്വസിക്കാൻ കഴിയത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്, ദർ ഇസ് നോ വൺ വിൽ ഗോണ ബിലീവ് ഇൻ അസ് അൻറ്റിൽ വി ഗെറ്റ് സക്സസ് ഇൻ അവർ ലൈഫ്. ട്രൈ ടു വർക്ക് ഇൻ സൈലൻസ്. നമ്മളെക്കുറിച്ചൊന്നും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നടക്കാതിരിക്കുക. നമ്മൾ ഇന്ന എക്സാമിനാണ് പഠിക്കുന്നതെന്നൊന്നും പറയാതിരിക്കുക. ആൻഡ് ലെറ്റ് യുവർ സക്സസ് ബി യുവർ നോയ്സ്. 4-5 വർഷമായിട്ടൊക്കെ PSC ഫീൽഡിൽ നിൽക്കുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിയിലോ പഠനത്തിലോ ഉള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അവരൊന്നും റാങ്ക് ലിസ്റ്റിലൊന്നും വരുന്നുണ്ടാവില്ല. ബട്ട് നമ്മളിപ്പോൾ പഠിച്ചിട്ട് ഒരു ലെവലിലൊക്കെ എത്തി, മോക്ക് ടെസ്റ്റിലൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ മറ്റുള്ളവരോട് പോയിട്ട് പറയുകയാണ്, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. നമ്മൾ പറയുകയാണ് ഞാൻ ഏകദേശം ട്രാക്കിലൊക്കെ എത്തിയിട്ടുണ്ട്, അടുത്ത റാങ്ക് ലിസ്റ്റിൽ എന്തായാലും ഞാൻ ഉണ്ടാവും, ഇന്ന എക്സാമിനാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരെങ്കിലും നമ്മൾ വിശ്വസിക്കുമോ? അവരുടെ തോട്ട് എന്തായിരിക്കും, ഇവൾ ഇത്രയും 4-5 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി ഇവൾ പഠിച്ചാലും കിട്ടുമൊന്നുമില്ല. ഇതായിരിക്കും അവരുടെ മനസ്സിലൂടെ പോകുന്നൊരു തോട്ടെന്ന് പറയാം. ഇതൊന്നും അറിയാതെ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. സോ എന്തിനാണ് നമ്മളിങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്? അവരിപ്പോൾ നമ്മുടെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞെന്ന് വരും, നീ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്യുന്നില്ലേ, ഇനി കിട്ടുമൊന്നുമില്ല, നീ ഇത് ഗിവപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും നേരം നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ ആ ഒരു ഒറ്റ വേർഡ്സിൽ ചോർന്നു പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാതിരിക്കുക. ആരോടും നമ്മൾ സ്ട്രാറ്റജീസിനെ കുറിച്ചോ, നമ്മളിപ്പോൾ നല്ല പഠിക്കുന്നവരായിരിക്കും, ടോപ്പായിരിക്കാം നമ്മൾ കോച്ചിങ് സെൻറ്ററിലും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റൊക്കെ എടുക്കുന്ന ടൈമിൽ ഫുൾ മാർക്സൊക്കെ സ്കോർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്യരുത്. നമ്മളൊരു ലിസ്റ്റിൽ വരുന്നത് വരെ ആരടുത്തും നമ്മൾ കാര്യങ്ങളോ നമ്മുടെ പഠനത്തിൻ്റെ കാര്യങ്ങളോ നമ്മളെക്കുറിച്ച് പോലും ഷെയർ ചെയ്യരുത്.
എല്ലാവരും നമ്മളെ ഡൗട്ട് ചെയ്തോട്ടെ, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഒന്നും പഠിക്കുന്നില്ല, കോച്ചിങ്ങിന് പോകുന്നതും വെറുതെ ആണെന്നൊക്കെ വിചാരിച്ചോട്ടെ. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും കോച്ചിങ്ങിന് പോകുന്ന എല്ലാവരും ഒന്നും ക്രാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കും വിചാരിക്കുന്നത്, ഇവൾ കോച്ചിങ്ങിന് പോയാലും ഇവൾക്ക് കിട്ടത്തൊന്നും ഇല്ലെന്നായിരിക്കും മറ്റുള്ളവരുടെ മൈൻഡിൽ. നമ്മൾ അവർക്കൊന്നും ഒരു ഹിൻറ്റും കൊടുക്കാതിരിക്കുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം, നമ്മുടെ പാരൻസിനും അറിയാം. അത് മതി. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് എന്തായാലും നമുക്ക് ആ ജോലി തന്നിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം അത്രത്തോളം ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അത്രയും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് എന്തായാലും നമുക്കത് കൊണ്ടുതരും. 36 വയസ്സിൽ PSC പഠനം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. വിത്തിൻ 1 ഇയർ തന്നെ അവർ പഠിച്ച ലിസ്റ്റിലും കയറുന്നുണ്ട്. എങ്ങനെയായിരിക്കും അവർക്കത് പോസിബിളായിട്ട് ഉണ്ടായിരിക്കുക? ബിക്കോസ് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു, അത്രയും ഡിറ്റർമിനേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടുള്ളതും. നമുക്ക് എല്ലാവർക്കും വേണ്ടതും ആ ഒരു ഡിറ്റർമിനേഷനാണ്. കാരണം നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും എങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ പ്ലാനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു 5 വർഷത്തിനുള്ളിലെങ്കിലും PSC പഠിച്ചെടുക്കണം, 4-5 വർഷം എനിക്കിതിന് വേണ്ടിയിട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു നേരത്തെ PSC പഠനം സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, എനിക്ക് എന്തായാലും 36 വയസ്സ് വരെ എഴുതാൻ പറ്റും, അതുവരെ എന്തായാലും സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു 4-5 വർഷത്തിനുള്ളിൽ ക്രാക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ PSC പഠനം നീണ്ടു പോകുന്നത്. അതേസമയം ഒരു 2 അല്ലെങ്കിൽ 3 വർഷം കൊടുക്കുക. ഈ ഒരു 3 വർഷമേ ഞാൻ PSCക്ക് വേണ്ടി പഠിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കത്തുള്ളൂ, അതിനകം വെച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, ഏതെങ്കിലും ലിസ്റ്റിൽ കയറണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരിക. നമ്മൾ ഇത്രയും വർഷം കളിച്ചും ചിരിച്ചും എൻജോയ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് ഫുള്ളും എല്ലാത്തിൽ നിന്നും വാനിഷായി എൻ്റർടൈൻമെൻറ്റും എല്ലാം മാറ്റിവെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 വർഷം നമ്മൾ പഠിക്കുന്നതായിരിക്കും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ സെറ്റിൽമെൻറ്റിന് കാരണമാവാൻ പോകുന്നത്. ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ ദാറ്റ് ഈസ് ഗോണ ചേഞ്ച് യുവർ ലൈഫ് എൻ്റയർലി. ഇപ്പോൾ എൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷീ ഈസ് കംപ്ലീറ്റഡ് ഹെർ പോസ്റ്റ് ഗ്രാജുവേഷൻ ബട്ട് ഷീ ഈസ് സ്റ്റേയിങ് അറ്റ് ഹോം ആൻഡ് ഡൂയിങ് നത്തിങ്. ആക്ച്വലി അവളൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നീ എന്താ ഒരു കോഴ്സും പഠിക്കാൻ പോകാത്തത്? ആക്ച്വലി അവർ ചിലപ്പോൾ എന്നോടുള്ള കെയർ കൊണ്ടായിരിക്കും പറയുന്നത്. ബട്ട് ഞാൻ ആരോടും ഞാൻ PSC പഠിക്കുന്നുണ്ട് എന്ന് ഷെയർ ചെയ്തിട്ടില്ല ഇതുവരെ. ദേ ഹാവ് നോ ഐഡിയ ഐ എം പ്രിപ്പയറിങ് ഫോർ PSC എക്സാം ആൻഡ് ഐ എം റണ്ണിങ് എ യൂട്യൂബ് ചാനൽ. ഇതൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ യൂട്യൂബ് റൺ ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയാവുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനും എൻ്റെ അമ്മയ്ക്കും മാത്രമാണ്. എൻ്റെ പപ്പയ്ക്കോ എൻ്റെ ബ്രദറിനോ ആർക്കും അറിയത്തില്ല. ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾ. ആക്ച്വലി എൻ്റെ നെയ്ബേഴ്സൊക്കെ എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തത്, അവൾ പുറത്തോട്ടൊന്നും കാണാറില്ല, എപ്പോഴും വീട്ടിൻ്റെ അകത്താണല്ലോ, എപ്പോഴും റൂമിലാണല്ലോ, വാട്ട് ഷീ ഈസ് ഡൂയിങ് എന്നൊക്കെ ഉള്ളത് എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട് എൻ്റെ നെയ്ബേഴ്സ്. അപ്പോൾ അമ്മ പറയും ഓക്കെ അവൾ എന്തെങ്കിലും വായിക്കുമായിരിക്കും, അങ്ങനെയൊക്കെ പറയുള്ളൂ. ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ അമ്മ പോലും ആരോടും പറയാറില്ല. ആക്ച്വലി ഞാൻ ഹൈഡ് ചെയ്യുന്ന പോലെ എൻ്റെ അമ്മയും എല്ലാവരും ഇന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. ചിലർ ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്ന്. എനിക്ക് ഡീമോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ എൻ്റെ റിലേറ്റീവിൻ്റെ റിലേറ്റീവ്, അതായത് എനിക്ക് അവരെ നേരിട്ട് അറിയത്തില്ല, പക്ഷേ എൻ്റെ റിലേറ്റീവിൻ്റെ റിലേറ്റീവാണ്. ആ ടൈമിൽ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ നെയിം ചോദിച്ചു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ PG കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ചോദിച്ചു എന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രിപ്പയറിങ് ഫോർ PSC എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞ ടൈമിൽ ദേ വർ ഷോക്ക്ഡ്. അവരെന്നോട് ചോദിച്ചതാണ്, PG കംപ്ലീറ്റ് ചെയ്തിട്ടാണോ ഇയാൾ PSC പഠിക്കാൻ പോകുന്നത്, ഒരു 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ആർ യു മാഡ് എന്നുള്ള രീതിയിലാണ് അവർ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ അവരെന്നോട് സംസാരിച്ചത് ആ ഒരു രീതിയിലാണ്. പിന്നെ അവർ എന്നോട് പറഞ്ഞ കാര്യമാണ് എന്നെ ശരിക്കും താഴ്ത്തി കളഞ്ഞത്. അവരെന്നോട് ചോദിച്ചു ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പോകുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പഠിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഒറ്റയ്ക്കാണോ പഠിക്കുന്നത്, ഇയാൾക്ക് എന്തായാലും PSC കിട്ടാൻ പോകുന്നില്ല. ഇവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്. എനിക്കാണെങ്കിൽ അവരെ പരിചയമില്ല, അവർക്ക് എന്നെയും പരിചയമില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. ബട്ട് അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇയാൾക്ക് എന്തായാലും PSC കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അത്രയും ഒരു ഡീമോട്ടിവേറ്റഡ് ആയിപ്പോയ സിറ്റുവേഷൻ ആയിരുന്നു അത്. കാരണം എന്നെ പരിചയമില്ലാത്ത ഒരാൾ എന്നെക്കുറിച്ചൊരു കൺസേൺഡും ആവേണ്ട ആവശ്യമില്ല, പക്ഷേ ആ ആൾ എൻ്റെ മുഖത്ത് നോക്കി എനിക്ക് എന്തായാലും PSC കിട്ടാൻ പോകുന്നില്ല, ഇങ്ങനെ പഠിച്ചാൽ കിട്ടത്തില്ല, ഒരു കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ പിന്നെ പറ്റുമായിരിക്കും, പക്ഷേ ഒറ്റയ്ക്ക് പഠിച്ചാൽ എന്തായാലും കിട്ടത്തില്ല എന്ന് അവരെന്നോട് പറഞ്ഞ ടൈമിൽ ആ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചെങ്കിലും പിന്നീട് അത് ഞാൻ എൻ്റെ മോട്ടിവേഷനാക്കി മാറ്റിയെടുത്തു. അവരെന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഞാൻ മോട്ടിവേഷനായിട്ടാണ് അത് എടുത്തിട്ടുള്ളത്.
അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വാശിയായിരുന്നു. കാരണം ഒറ്റയ്ക്ക് പഠിച്ചിട്ട് തന്നെ ലിസ്റ്റ് കയറണം എന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഞാൻ എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അവരെന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഞാൻ ആക്ച്വലി എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ PSCക്ക് വേണ്ടി പഠിക്കുന്നു എന്ന് എല്ലാവരും പറയുന്ന പോലെ ഞാനും അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ അതെന്നെ ഇത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആര് ചോദിച്ചാലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം അത് അങ്ങനെ പറയാനുള്ള ഒരു ഗട്ട്സ് എനിക്കിപ്പോൾ ഉണ്ട്. കാരണം ഞാൻ പഠിക്കുന്നതും എൻ്റെ പഠന രീതികളൊന്നും, അല്ലെങ്കിൽ ഇന്ന എക്സാമിനാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊന്നും മറ്റുള്ളവരോട് എനിക്ക് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ ചിലപ്പോൾ എൻ്റെ കഴിവിലും എൻ്റെ സ്കിൽസിലൊന്നും അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല, അവർക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ എനിക്കറിയാം ഞാൻ ആരാണ്, എൻ്റെ സ്കിൽസ് എങ്ങനെയാണ്, എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സോ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഞാൻ എന്തായാലും ഒരു കെയറോ വാല്യൂയോ കൊടുക്കുന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ തോട്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബാഡ് എക്സ്പീരിയൻസിന് ശേഷം ഞാൻ ആരോടും ഞാൻ PSC പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ള കാര്യം പോലും ആർക്കും അറിയത്തില്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത് വരെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മുടെ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യരുത്. നമ്മുടെ ഹാർഡ് വർക്കും സ്ട്രഗിൾസും പെയിനും അതൊക്കെ നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി. കാരണം ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ പോലും അവരതൊന്നും കെയർ ചെയ്യണമെന്നില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ഗൈസ് വൺ തിങ്. Work hard in silence and let your success be your noise. That's it for today's video. If you like this video, please like and subscribe my channel, and see you guys in the next video. Bye bye.